ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു ട്രാവലർ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയ ഞങ്ങളുടെ ഫസ്റ്റ് ഇന്ത്യൻ ട്രിപ്പ് വേറെ എങ്ങോട്ടല്ല, ആഗ്രയിലേക്ക്. ആഗ്രയിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് താജ്മഹലാണെങ്കിലും ഞങ്ങളന്ന് ആദ്യം പോയത് ആഗ്ര ഫോർട്ടിലേക്കായിരുന്നു. ആഗ്ര ഫോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കണ്ണ് തള്ളിപ്പോയത്. കാരണം അതിഭീകരമായി തീർത്ത ഒരു ചുവന്ന കൊട്ടാരം, ചുവന്ന കല്ലുകൾ കൊണ്ടാണ് ആ കൊട്ടാരം മുഴുവൻ പണി തീർത്തേക്കുന്നത്. അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് എത്രത്തോളം തന്നെ നടക്കാനുണ്ടെന്ന്. പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ നടന്നു പോകുന്ന വഴിയാണ് കേട്ടോ പണ്ട് രാജാക്കന്മാർ യുദ്ധം കഴിഞ്ഞ് ജയിച്ച് ആനപ്പുറത്ത് വന്നിരുന്ന നടപ്പാത എന്നറിയപ്പെടുന്നത്. ഈ നടപ്പാതയുടെ ചുറ്റും ചുവന്ന നിറമുള്ള വലിയ മതിലുകളാണ് കേട്ടോ. ഈ നടപ്പാതയിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കയറി ചെല്ലുന്നത് ഒരു വലിയ പച്ച പരവതാനി വിരിച്ച കൊട്ടാരത്തിൻ്റെ മുന്നിലേക്കാണ്. ഇതാണ് കൊട്ടാരത്തിലേക്ക് കയറാനുള്ള എൻട്രൻസ്. ഈ എൻട്രൻസ് വഴിയാണ് നമ്മൾ കൊട്ടാരത്തിലേക്ക് കയറുന്നത്. ഈ കൊട്ടാരത്തിലാണ് കേട്ടോ പണ്ട് രാജാക്കന്മാരും ബാക്കിയുള്ളവരും താമസിച്ചിരുന്നു വെച്ചത്. കഥകളും തമാശകളൊക്കെ പറഞ്ഞ് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ കാലൊക്കെ ചെറുതായിട്ട് വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നടക്കാൻ ഓർത്തു. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഓരോ കഥകളും കളികളും തമാശകളൊക്കെ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു കേട്ടോ. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അത്. എത്ര തന്നെ കണ്ടിട്ടും ഒട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തു. ഇതാണ് പണ്ട് നർത്തകിമാർ നൃത്തം ചെയ്തിരുന്ന സ്ഥലം. ഇത് മൊത്തം പണിതേക്കുന്നത് കൊത്തുപണികളാൽ നിർമ്മിച്ച മതിലുകൾ കൊണ്ടാണ് കേട്ടോ. വളരെ മനോഹരമാണ് ഇതെല്ലാം കാണാൻ. ഇതെല്ലാം ചുറ്റി നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് ചെറിയ കവാടം. അതായത് പണ്ട് രാജാക്കന്മാർ അന്യരാജ്യത്തെ രാജാക്കന്മാർ യുദ്ധത്തിന് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയിരുന്ന സ്ഥലം. നമുക്കിതിലേക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ താജ്മഹലും കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെറിയ കവാടങ്ങളിലൂടെയും ഒക്കെ ഓടി കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആസ്വദിച്ച് കണ്ടു. ഓരോ ഭാഗത്ത് ചെല്ലുന്തോറും അതിൻ്റെ ഭംഗി കൊണ്ട് നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആഗ്ര ഫോർട്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹലും കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചുറ്റിക്കറങ്ങി അവിടെ മൊത്തം നടന്നു. ഒരു 2 മണിക്കൂറിന് മേലെങ്കിലും എടുത്തിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ മുഴുവൻ അത് കണ്ട് തീർക്കാനായിട്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരാൻ മനസ്സോടെ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.